മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവവും കഴിഞ്ഞ് ശല്യപർവത്തിലെ ശല്യൻ കൗരവ സൈന്യാധിപനാവുന്നതും ശല്യന്റെ വധവും ശകുനിയുടെ വധവും ഭീമ ദുര്യോധന ദ്വന്ദ്വ യുദ്ധവും ദുര്യോധനന്റെ പതനവും യുദ്ധത്തിന്റെ അവസാനവും കൃഷ്ണൻ ഹസ്തിനാപുരിയിലേക്ക് പോകുന്നതും വരെയാണ് നമ്മൾ ശല്യപർവത്തിൽ കണ്ടത്. ഇനി മഹാഭാരതം സൗഭക്തിക പർവമാണ് ആരംഭിക്കുന്നത്. തുടരുന്നു. ആദിത്യൻ അമ്പുതിയിൽ മറഞ്ഞു. എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. പാണ്ഡവരെയും പാഞ്ചാലരെയും കൊല്ലുമെന്ന് ദുര്യോധനനോട് പ്രതിജ്ഞ ചെയ്ത അശ്വത്ഥാമാവ് പടക്കളത്തിലെത്തി. അവനോടൊപ്പം കൃപനും കൃതവർമ്മനും ഉണ്ടായിരുന്നു. പടക്കളം നിശേഷം ഒഴിഞ്ഞു കിടന്നിരുന്നു. വിദൂരത്തുള്ള പാണ്ഡവ ശിബിരങ്ങളിൽ നിന്ന് സംഗീതവും നൃത്തവും ആർപ്പുവിളികളും കേൾക്കാമായിരുന്നു. വിജയികളായ പാഞ്ചാലരും പാണ്ഡവന്മാരും വിജയം ആഘോഷിക്കുകയാണ്. അവരുടെ ശിബിരങ്ങളിലേക്ക് നേരെ പോയാൽ അവർ തങ്ങളെ കൊല്ലുമെന്ന് അശ്വത്ഥാമാവ് ഭയപ്പെട്ടു. അതുകൊണ്ട് അവിടേക്ക് പോകാൻ ഒരുമ്പിട്ടില്ല. അവർ മൂവരും ശബ്ദമുണ്ടാക്കാതെ കാട്ടിലേക്ക് കയറി. അവിടെ ധാരാളം കൊമ്പുകൾ തിങ്ങി വളർന്നു നിന്നിരുന്ന ഒരു അരയാൽ കണ്ടു. അവർ അതിൻ്റെ ചുവട്ടിലിരുന്നു. മനോഹരമായ അംശുകം പോലെ അമ്പരം പ്രഭോശോഭിച്ചിരുന്നു. താരസമൂഹങ്ങൾ ആകാശത്തിൽ തിളങ്ങിയിരുന്നു. രാത്രി സഞ്ചാരികളായ ജീവികൾ തുള്ളിക്കളിച്ചു. പകൽ സഞ്ചരിക്കുന്ന ജീവികളൊക്കെ ഉറക്കമായി. ആലിൻചുവട്ടിലിരുന്ന അശ്വത്ഥാമാവും കൂട്ടുകാരും ദുഃഖപൂർണമായ ഹൃദയത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങൾക്ക് നേരിട്ട പരാജയത്തെപ്പറ്റി ചിന്തിച്ചു. അവർ യുദ്ധം ചെയ്ത് ക്ഷീണിതരായിരുന്നു. മഹാരഥന്മാരായ കൃപനും കൃതവർമാവും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പര്യങ്കത്തിൽ സുഖമായി കിടന്നുറങ്ങേണ്ടവരായ അവർ അനാഥരെ പോലെ വേറും നിലത്ത് കിടന്നുറങ്ങി. ക്രോധം കൊണ്ടും അമർഷം കൊണ്ടും അസ്വസ്ഥനായ അശ്വത്ഥാമാവിന് ഉറക്കം വന്നില്ല. അവൻ ഇരുന്നിരുന്ന അരയാലിന് ചുവട്ടിൽ നിന്ന് അകലെയല്ലാതെ മറ്റൊരു ആൽവൃക്ഷം നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പുകളിൽ അനേകം കാക്കകൾ ചേക്കേറി ഉറങ്ങുന്നുണ്ടായിരുന്നു. എവിടെ നിന്നോ ഉഗ്രമൂർത്തിയായ ഗരുഡനെ പോലെ ഒരു കൂമൻ പറന്നു വന്ന് ആ ആലിൻ്റെ ഒരു കൊമ്പിൽ ഇരിപ്പുറയ്ക്കുന്നത് ദ്രൗണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂമൻ ഉറങ്ങുന്ന കാക്കകളെ ആക്രമിക്കുവാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ മൂങ്ങ അനവധി കാക്കകളെ കൊന്നുവീഴ്ത്തി. ചിലതിൻ്റെ കാലൊടിച്ചു, ചിലതിൻ്റെ ചിറകുടിച്ചു. ആ കാക്കകളുടെ മൃതദേഹവും കൊണ്ട് അവയവങ്ങൾ കൊണ്ടും ആലിൻ്റെ ചൂട് മുഴുവൻ മൂടി. പകൽ കണ്ണുകൾ കാണാത്ത മൂകകൾ മരത്തിൻ കൊമ്പുകൾ ഒന്നുങ്ങിക്കൂടുമ്പോൾ കാക്കകൾ അവകളെ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെയുള്ള കാക്കകളോട് രാത്രിയിൽ പകരം വീട്ടുകയാണ് ഈ മൂങ്ങ ചെയ്യുന്നതെന്ന് അശ്വത്ഥാമാവന് മനസ്സിലായി. അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. ഈ കൂമൻ എനിക്കിപ്പോൾ ഒരു ഉപദേശം നൽകിയിരിക്കുന്നു. ഈ പക്ഷി ഈ യുദ്ധത്തിൽ എനിക്ക് മാർഗം കാണിച്ചു തരികയാണ്. ശത്രുനാശത്തിന് തക്കതായ കാലമാണിതെന്ന് ഞാൻ കരുതുന്നു. വിജയഗർവോടുകൂടിയ പാണ്ഡവരോട് നേരിട്ട് യുദ്ധം ചെയ്യുവാൻ ഞാൻ ശക്തനല്ല. ന്യായമായി യുദ്ധം ചെയ്താൽ അവർ എന്നെ കൊല്ലും. ചതിയിലാണെങ്കിൽ കാര്യം സാധിക്കാം. സന്ധിഗത് കാര്യത്തിനൊരുങ്ങിയതിനേക്കാൾ നിസ്സംശയ കാര്യത്തിൽ ഏർപ്പെടുന്നതാണ് വിവേകം. എന്നാൽ ലോകനിന്ദിതമായൊരു ദുഷ്പേരുണ്ടാകുവാനിടയുണ്ട്. പക്ഷേ അത് സാരമില്ല. ശാസ്ത്രപണ്ഡിതന്മാരായ ജനങ്ങൾ ബഹുമാനിക്കും. മുമ്പ് ധർമ്മചിന്തകന്മാർ അതിനുള്ള ന്യായം പറഞ്ഞിട്ടുണ്ട്. തളർച്ച, കയറ്റം, ഊൺ, യാത്ര, പിന്നിൽ ഈ സമയങ്ങളിൽ ശത്രു സൈന്യങ്ങളെ ലാക്കിൽ പ്രഹരിക്കുന്നവൻ ബുദ്ധിമാൻ. അർദ്ധരാത്രിക്കുറങ്ങുമ്പോൾ നായകൻ പോയ നേരത്തും സൈന്യം ഭേദിച്ച നേരത്തും പ്രഹരിക്കുന്നവൻ ബുദ്ധിമാൻ. പാണ്ഡവ പാഞ്ചാലന്മാർ തളർന്നുറങ്ങുന്ന സമയമാണിത്. ആ തക്കം നോക്കി അവരെയെല്ലാം കൊല്ലണം. അങ്ങനെ ദുര്യോധനോട് ചെയ്ത പ്രതിജ്ഞ ഞാൻ നിറവേറ്റും. ദ്രൗണി സമീപത്തായി ഉറങ്ങിക്കിടന്നിരുന്ന കൃപാചാര്യനെയും കൃതവർമാവിനെയും ഉണർത്തി. അവരോട് താൻ ചിന്തിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൃപനും കൃതവർമാവും ദ്രൗണി പറഞ്ഞ വാക്കുകൾ കേട്ടതല്ലാതെ ഉത്തരമൊന്നും പറഞ്ഞില്ല. അവരുടെ മൗനം ദ്രൗണിയെ ആലോസരപ്പെടുത്തി. അവൻ ബാഷ്പവിഹുലനായി പറഞ്ഞു, അമ്മാവ, 11 അക്ഷൗഹിണിയുടെ നാഥനായിരുന്ന രാജാവിനെ ശുദ്രനായ വൃക്കോദരൻ ആധാർമികമായി അടിച്ചു വീഴ്ത്തി. കൂടാതെ ദുര്യോധനന്റെ ശിരസിൽ അവൻ ചവിട്ടി. പാഞ്ചാലരെയും പാണ്ഡവരെയും കൊല്ലുമെന്ന് ഞാൻ ദുര്യോധനോട് പ്രതിജ്ഞ ചെയ്തു. അത് നടത്തുന്നതിനുള്ള ഉപായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാര്? കൃപൻ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. കാര്യം മനസ്സിലായി. ഇനിയും ഞാൻ പറയുന്നത് കേൾക്കുക. മാനുഷ്യരായ മനുഷ്യരെയെല്ലാം കർമ്മദ്വയം കൊണ്ട് ബന്ധപ്പെട്ടവരാണ്. ദൈവം, പൗരുഷം എന്നിങ്ങനെ 2 കാര്യമല്ലാതെ മറ്റൊന്നുമില്ല.
ദൈവം മാത്രം കൊണ്ട് കാര്യം സാധിക്കുകയുമില്ല. പൗരുഷം മാത്രമായാലും സാധിക്കുകയില്ല. രണ്ടും കൂടി ചേരുമ്പോഴാണ് കാര്യം സിദ്ധിക്കുന്നത്. മഴ പെയ്യുകയെന്നത് പുരുഷ പ്രയത്നം കൊണ്ട് സാധിക്കാത്തതാണ്. അതിനാൽ അത് ദൈവമാണ്. എന്നാൽ വയലിൽ ഉഴുതുവിത്ത് വിതയ്ക്കുന്നത് എന്നത് പുരുഷ പ്രയത്നം കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ധാന്യം വിളയുന്നുള്ളൂ. അല്ലാതെ മഴയെ ആശ്രയിക്കാതെ ചെയ്യുന്ന കൃഷി കൊണ്ടോ മഴ പെയ്യുന്നത് കൊണ്ട് മാത്രമോ ധാന്യമുണ്ടാവുന്നില്ല. എല്ലാ കാര്യവും ഇങ്ങനെയാണ്. ദൈവവും പുരുഷ പ്രയത്നവും ഒന്നു ചേർന്നാൽ കാര്യസിദ്ധി ഉണ്ടാവും. ദൈവഗതിയെ എല്ലാവർക്കും അറിയുവാൻ കഴിയുന്ന കാലമല്ലിത്. ദൈവഗതിയെ അറിയാതെയും ആശ്രയിക്കാതെയും ചെയ്യുന്ന പ്രയത്നം മഴയില്ലാത്തപ്പോൾ ചെയ്യുന്ന കൃഷി പോലെയാണ്. അത് പ്രയോജനരഹിതമായി തീരും. വിവേകികൾക്കും അപ്തന്മാർക്കും ദൈവഗതിയെ അറിയുവാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുന്നവന് ശ്രേയസ് ഉണ്ടാകും. ആപ്തന്മാരുടെയും വിവേകികളുടെയും അഭിപ്രായങ്ങളെയും ഉപദേശങ്ങളെയും ദുര്യോധനൻ ധിക്കരിച്ചു. തന്മൂലം അവൻ ഇന്നത്തെ ദുർഗതിയുണ്ടായി. പാപിയായ ദുര്യോധനന്റെ പക്ഷം പിടിച്ചതുകൊണ്ട് നമുക്കും ദുഃഖം അനുഭവിക്കുവാനിടയായി. ഇനിയെങ്കിലും നാം തെറ്റ് ചെയ്യാതിരിക്കണം. എങ്കിലേ നമുക്ക് സമാധാനം കിട്ടുവാൻ പോകുന്നുള്ളൂ. തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ വേണ്ടത്ര വിവേകം വേണം. നമ്മുടെ മനസ്സിപ്പോൾ കലുഷിതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഭാവി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിവേകികളുടെ ഉപദേശപ്രകാരമായിരിക്കണം. നമുക്ക് അരമനയിൽ പോയി ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടും വിതുരനോടും ആലോചിക്കാം. അവരുടെ അഭിപ്രായം സ്വീകരിച്ച് നമ്മുടെ ഭാവി പ്രവർത്തനം രൂപപ്പെടുത്താം. അതായിരിക്കും ശ്രേയസ്കരമെന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മാവൻ്റെ അഭിപ്രായം അശ്വത്ഥാമാവിന് അശേഷം രുചിച്ചില്ല. അവൻ ഏറെ നിരാശനും ദുഃഖിതനുമായി. ശോകാഗ്നിയിൽ കിടന്നരിയുന്ന അവൻ്റെ മനസ്സും കൂടുതൽ ക്രുദ്ധമായി. അവൻ പറഞ്ഞു, ബുദ്ധി എല്ലാവർക്കുമുണ്ട്. താൻ ഏറ്റവും ബുദ്ധിമാനാണെന്ന് ഓരോരുത്തർക്കും തോന്നും. ഏവർക്കും താൻ സുസമ്മതനും ബഹുമാന്യനുമാണെന്ന് അവർ വിചാരിക്കും. തന്നെത്താൻ ഏവരും വാഴ്ത്തും. എന്നാൽ വാസ്തവത്തിൽ ബുദ്ധിയേക്കാൾ കൂടുതൽ അനുഭവങ്ങളാണ് അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തുന്നത്. അനുഭവമില്ലാത്തവരുടെ അഭിപ്രായം ദുർബലമായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ അനുഭവം ധൃതരാഷ്ട്രർക്കോ ഗാന്ധാരിക്കോ വിതുരനോ ഇല്ല. അവരുടെ ഇപ്പോഴത്തെ അനുഭവം മറ്റൊന്നായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നത്. അതും നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം രൂപീകരിക്കുന്ന അഭിപ്രായം തമ്മിൽ പൊരുത്തപ്പെടുകയില്ല. ആ നിലയ്ക്ക് അവരുടെ അഭിപ്രായം തേടിപ്പോകേണ്ട കാര്യമില്ല. ഈ രാത്രി പാഞ്ചാല രാജാവായ ദൃഷ്ടദ്യുമ്നന്റെ തല പശുവിൻ്റെ തലയെന്ന വിധം ഞാൻ ബലമായി പിടിച്ച് ഞെരിച്ചൊടിക്കും, തകർക്കും, മതിക്കും. ഇത് കേട്ടപ്പോൾ കൃപൻ വളരെ അസ്വസ്ഥനായി. തൻ്റെ മരുമകൻ അധർമ്മം ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നുവെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എങ്കിലും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വീണ്ടും ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ദ്രൗണി, നീ എത്ര ദിവസമായി ഉറങ്ങിയിട്ട്? ഇന്ന് നീ കിടന്നുറങ്ങൂ. വിശ്രമിച്ച ശേഷം സ്വസ്ഥചിത്തനായി പുലർച്ചയ്ക്ക് ശത്രുക്കളെ ചെന്ന് തീർക്കാം. ഞാനും കൃതവർമാവും നിന്നോടൊപ്പം വരാം. നീ ശക്തനാണ്. നിനക്ക് ദിവ്യാസ്ത്രങ്ങളുണ്ട്. നിന്നെ തടുക്കുവാൻ വജ്രപാണിക്ക് പോലും സാധ്യമല്ല. ഞാനും കൃതവർമാവും നീയും കൂടി കൂടിയാൽ നമുക്ക് പാഞ്ചാലരെ ജയിക്കാം. ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ല. നമുക്കെല്ലാറ്റിനെയും മുടിക്കാം. പ്രഭാതമാകട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. കൃപന്റെ വാക്കുകൾ അശ്വത്ഥാമാവിന്റെ പ്രതികാരവേശം വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവൻ ക്രോധരക്ത രാക്ഷസനായി പറഞ്ഞു, ഹേ അമ്മാവ, ഉറങ്ങുകയോ? അങ്ങ് എന്താണൊന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുന്നത്? ആതുരന് ഉറക്കമുണ്ടോ? അമർഷിക്ക് ഉറക്കമുണ്ടോ? അർത്ഥം ചിന്തിക്കുന്നവൻ ഉറക്കമുണ്ടോ? കാമിക്കുന്നവൻ ഉറക്കമുണ്ടോ? ആ നാലു കൂട്ടവും കാര്യവും എന്നിൽ ഒത്തുചേർന്നിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ വധത്തെ ഓർത്തുള്ള ദുഃഖം രാവും പകലും എന്നെ ദഹിപ്പിക്കുകയാണ്. ഒരു ദുഷ്ടൻ ഏതുവിധമാണ് എൻ്റെ അച്ഛനെ കൊന്നത്? അതെൻ്റെ അങ്ങ് തന്നെ കണ്ടതല്ലേ? അതോർക്കുമ്പോൾ എൻ്റെ മർമ്മങ്ങൾ പിളരുന്നു. ദൃഷ്ടദ്യുമ്നനെ കൊല്ലാതെ ഞാൻ അടങ്ങുകയില്ല. താതഘാതിയായ അവൻ ബദ്ധ്യനാണ്. തുടയൊടിഞ്ഞു കിടക്കുന്ന രാജാവിൻ്റെ വിലാപം എൻ്റെ കർണങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മിത്രപക്ഷം തോറ്റുവെന്നതും എൻ്റെ ശോകത്തെ വർദ്ധിപ്പിക്കുന്നു. ഏകാഗ്രനായ എനിക്കിപ്പോൾ നിദ്രയെവിടെ? സുഖമെവിടെ? ശത്രുക്കളെയൊക്കെ ഉറക്കത്തിൽ കൊന്ന് ഞാൻ വിശ്രമിക്കും. പിന്നെ അല്ലൽ വിട്ടുറങ്ങും. അശ്വത്ഥാമാവിൻ്റെ പരുഷമായ വാക്കുകൾ കേട്ടപ്പോൾ അവൻ ഉറച്ച തീരുമാനത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് കൃപന് ബോധ്യമായി. എങ്കിലും തൻ്റെ മരുമകനെ അധർമ്മം പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള ഒരവസാന ശ്രമം കൂടി അദ്ദേഹം നടത്തി. കൃപാചാര്യ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവന് ദുർബുദ്ധിയുമായ മനുഷ്യരോട് ധർമാർത്ഥ പ്രസംഗങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കറിയുടെ സ്വാദ് തവിക്കറിയാത്തതുപോലെ വിഡ്ഢിയായ മനുഷ്യൻ എത്ര നാൾ പണ്ഡിതനെ സേവിച്ചാലും അവർ ധർമ്മങ്ങളെ അറിയുന്നില്ല. എന്നാൽ ബുദ്ധിയും ഗ്രഹണശക്തിയുള്ള മനുഷ്യൻ
കുറച്ചു സമയം മാത്രമേ പണ്ഡിതനെ സേവിച്ചു ഉള്ളവെങ്കിലും കറിയുടെ സ്വാദ് നാവറിയുന്നത് പോലെ അവൻ ധർമ്മങ്ങൾ അറിയുന്നു. അടക്കമുള്ളവൻ അടങ്ങുന്നതിന് കഴിവുള്ളവനാകുന്നു, അതിന് കഴിയാത്തവൻ തളർന്നു പോകുന്നു. പ്രജ്ഞാനമില്ലാത്ത സുഹൃത്ത് പാവം ചെയ്യുകയാണെങ്കിൽ പ്രജ്ഞന്മാർ ശക്തി പോലെ അതിനെ വീണ്ടും വീണ്ടും തടുക്കേണ്ടതാണ്. അതുകൊണ്ടുണ്ണി, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ, എങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. ഉറങ്ങുന്നവരെ കൊല്ലുന്നത് ഒരിക്കലും ധർമ്മമല്ല. അപ്രകാരം തന്നെ ശസ്ത്രമില്ലാത്തവനെയും വാഹനം വിട്ടവനെയും ശരണം പ്രാപിച്ചവനെയും മുടിയഴിഞ്ഞവനെയും കൊല്ലുന്നത് ധർമ്മമല്ല. പാഞ്ചാലന്മാർ ചട്ടയഴിച്ചു വെച്ച് കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. അപ്രകാരമുള്ളവരെ ഉപദ്രവിക്കുന്ന നീചപുരുഷൻ അഗാധമായ ഘോര നരകത്തിൽ തീർച്ചയായും ചെന്നു വീഴും. നീ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി നിന്ദ്യമാണെന്ന് എൻ്റെ അഭിപ്രായം കേട്ടുകൊള്ളുക. കൃപന്റെ അഭിപ്രായം അശ്വത്ഥാമാവ് ചെവികൊണ്ടില്ല. ദുര്യോധനോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റണമെന്നുള്ള ഏകാഗ്രമായ ചിന്ത മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പാണ്ഡവന്മാരോടും പാഞ്ചാലന്മാരോടുമുള്ള പക ദ്രൗണിയുടെ ഹൃദയത്തിൽ പതഞ്ഞു പൊങ്ങി. അവൻ പ്രതിവചിച്ചു, ഹേ മാതുല, ഭവാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ധർമ്മത്തിന്റെ സേതു 100 വട്ടം തകർത്തവരാണ് പാഞ്ചാലരും പാണ്ഡവരും. രാജാക്കന്മാരൊക്കെ കണ്ടു നിൽക്കെ ഭവാന്റെ മുന്നിൽ വെച്ച് ദൃഷ്ടദ്യുമ്നന്റെ അച്ഛനെ ശസ്ത്രം വെച്ച് നേരം നോക്കിയല്ലേ വീഴ്ത്തിയത്. രതീന്ദ്രനായ കർണനെ രഥചക്രം താണ നേരം നോക്കിയല്ലേ അർജുനൻ സംഹരിച്ചത്. മഹാമയൻ ഭീഷ്മരെ എങ്ങനെയാണ് വീഴ്ത്തിയത്? അസ്ത്രം വെച്ച സമയത്തല്ലേ ശിഖണ്ഡിയെ മുൻനിർത്തി ഗാണ്ഡീവപാണി ഈ പണി ചെയ്തത്. പ്രായോപവേശം ചെയ്ത് ഭൂരിസ്രവസിനെ എല്ലാവരും അരുതേ അരുതേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടും സാത്യകി കൊന്നില്ലേ? നമ്മുടെ രാജാവിനെ ധർമാനുസൃതമായാണോ വീഴ്ത്തിയത്? ധർമ്മത്തിന്റെ അവതാരമൂർത്തി എന്ന് ഉദ്ഘോഷിക്കുന്ന ധർമ്മപുത്രൻ നോക്കി നിൽക്കുകയല്ലേ ഭീമൻ അധർമ്മമായി ദുര്യോധനനെ ഗത കൊണ്ട് തുടക്കടിച്ച് വീഴ്ത്തിയത്. ആ രാജാവിൻ്റെ വിലാപമെൻ്റെ ഹൃദയത്തെ പിളർക്കുന്നു. ഇപ്രകാരം ദുഷ്ടരമായ പാണ്ഡവ പ്രഭൃതികളാണ് ധർമ്മത്തിൻ്റെ സേതു തകർത്തത്. മര്യാദ കെട്ട അവരെ എന്തുകൊണ്ട് അമ്മാവൻ നിന്ദിക്കാത്തത്? എൻ്റെ അച്ഛനെ കൊന്ന പാഞ്ചാലന്മാരെ രാത്രി ഉറക്കത്തിൽ വെട്ടിക്കൊന്ന് പുഴുവായോ പാറ്റയായോ ജന്മമെടുത്താൽ ഞാനത് സ്വീകരിച്ചുകൊള്ളാം. ഈ ചെയ്യുവാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനെയുള്ള എനിക്ക് നിദ്രയും എങ്ങനെ ഉണ്ടാവും? എവിടെ സുഖം ലഭിക്കും? ഇന്നവരെ ജനിച്ചിട്ടില്ല, ഇനിയും ജനിക്കുകയുമില്ല. എൻ്റെ മനസ്സിൽ നിശ്ചയിച്ച തീരുമാനം മാറ്റുവാൻ കഴിവുള്ള ഒരാൾ ഈ ലോകത്തിൽ ഇപ്പോൾ നിലവിലില്ല. പ്രതാപവനായ ദ്രോണപുത്രൻ ആലിൻ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റു. തേരിൽ അശ്വങ്ങളെ പൂട്ടി അവൻ തേരിലേക്ക് ചാടിക്കേറി. യാതൊരു കാരണവശാലും ദ്രൗണിയെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് കൃപനും കൃതവർമാവനും ബോധ്യപ്പെട്ടു. കൃപാചാര്യൻ പറഞ്ഞു, നാം സമാനത ദുഃഖിതരാണ്, ഒരു കൂട്ടായി ചേർന്നവരുമാണ്. ഞങ്ങളും നിന്റെ ഒപ്പം വരുന്നു. കൃപനും കൃതവർമാവും തേരിലേക്ക് ചാടിക്കേറി. അശ്വത്ഥാമാവ് അശ്വങ്ങളെ കടിഞ്ഞാൻ കയ്യിലെടുത്തു. തേർ മുന്നോട്ട് തെളിച്ചു. കൃപനും കൃതവർമാവും അശ്വത്ഥാമാവും യജ്ഞത്തിലെ ഹോമാഗ്നി പോലെ ഉജ്ജ്വലിച്ചു. പാഞ്ചാലന്മാർ ഉറങ്ങിക്കിടന്നിരുന്ന ശിബിരത്തിന് മുന്നിൽ തേർ നിർത്തി. 3 പേരും അതിൽ നിന്നിറങ്ങി ശിബിരത്തിന്റെ വാതിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ വാതിക്കൽ കൊണ്ട് ഒരു മഹാബോധം നിൽക്കുന്നു. ചന്ദ്രാർക്കന്മാരെ പോലെ കാന്തി വീശുന്ന മഹാഭൂതത്തെ കണ്ട് അവർ രോമാഞ്ചപ്പെട്ടു. ഭയങ്കരമായി നീണ്ടു നിവർന്ന ശരീരം, ചോര ഇറ്റിറ്റു വീഴുന്ന പുലിത്തോലും അണിഞ്ഞിട്ടുണ്ട്. പാമ്പുകൊണ്ട് പൂണൂലിട്ടിരിക്കുന്നു. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ ഏന്തിയ അനവധി കരങ്ങളിൽ സർപ്പങ്ങളെ കൊണ്ടുള്ള തോൾ വള അണഞ്ഞിരിക്കുന്നു. വായിൽ നിന്ന് അഗ്നിജ്വാല പുറത്തേക്ക് തള്ളുന്നു. ദംഷ്ട്രങ്ങൾ നീണ്ട കരാളമായ മുഖം തുറന്ന് അന്ധകനെ പോലെ നിൽക്കുന്നു. 1000 കണ്ണുകളുണ്ട്. ആകപ്പാട ഭൂതത്തിൻ്റെ വേഷവും ദേഹവും വർണ്ണിക്കുവാൻ വിഷമമാണ്. ഭൂതത്തിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും കാതിൽ നിന്നും കണ്ണുകളിൽ നിന്നും അഗ്നി പുറപ്പെടുന്നു. അഗ്നിസ്ഫുലിംഗങ്ങളുടെ തേജോരശ്മിയിൽ നിന്ന് ശംഖചക്ര ഗതാധാരന്മാരായ നിരവധി വിഷ്ണു രൂപങ്ങൾ പൊങ്ങിവന്നു. ലോകഭീഷണവും ആശ്ചര്യകരമായ ഈ ഭൂതത്തെ കണ്ടപ്പോൾ അശ്വത്ഥാമാവ് അല്പം പരിഭ്രമിച്ചുവെങ്കിലും അവൻ ധൈര്യം കൈവെടിഞ്ഞില്ല. ഭൂതത്തിൻ്റെ നേരെ ദ്രൗണി ദിവ്യാസ്ത്രങ്ങൾ വർഷിച്ചു. പക്ഷെ ആ അസ്ത്രങ്ങളെയൊക്കെ എല്ലാം വിഴുങ്ങുകയാണ് ഭൂതം ചെയ്തത്. തൻ്റെ ദിവ്യാസ്ത്രങ്ങളെല്ലാം പാഴിലായത് കണ്ട അശ്വത്ഥാമാവ് ഭൂതത്തിൻ്റെ നേരെ അഗ്നിശിഖ എന്നുള്ളൊരു വേല് പ്രയോഗിച്ചു. എന്നാൽ ഭൂതത്തിൻ്റെ ദേഹത്ത് തട്ടി ആ വേല് തകർന്നു. ഉടനെ ദ്രൗണി ഉറയിൽ നിന്ന് ഖഡ്ഗമൂരി ഭൂതത്തിൻ്റെ നേരെ പ്രയോഗിച്ചു. അതും ഫലിച്ചില്ല. ദ്രോണപുത്രൻ്റെ അരിശം വർദ്ധിച്ചു. വലിയ ഗതയെടുത്ത് ഭൂതത്തിൻ്റെ നേർക്ക് വിട്ടു. അതും ആ ഭൂതം ഗ്രസിച്ചു കളഞ്ഞു. സർവ്വ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഇത് കർത്താവ്യ മൂഢരായി തീർന്ന അശ്വത്ഥാമാവ് ചുറ്റും നോക്കിയപ്പോൾ അന്തരീക്ഷത്തിൽ വിഷ്ണു രൂപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവൻ അവൻ്റെ മാതുലൻ കുപം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തു. അവൻ സ്വയം പറഞ്ഞു, ഞാൻ ശാശ്വതവും ശസ്ത്രാസൃഷ്ടവുമായ വഴിവിട്ട് ദുർമാർഗത്തിൽ പ്രവേശിച്ച് ഘോരമായ ആപത്തിൽപ്പെട്ടിരിക്കുന്നു.
എൻ്റെ ദുർനയം കൊണ്ട് എനിക്ക് ഈ ഭയം സംഭവിച്ചു. ഈ ഭൂതം ദൈവദണ്ഡം പോലെ ഉയർന്നു നിൽക്കുന്നു. എത്ര ചിന്തിച്ചിട്ടും ഇതെന്തെന്നറിയുവാൻ കഴിയുന്നില്ല. തീർച്ചയായും അധർമ്മം കൊണ്ടുവന്ന ആപത്താണിത്. അതിൻ്റെ ഫലമാണ് ഈ ഘോര തടസ്സത്തിൻ്റെ കാരണമായി കാണുന്നത്. എൻ്റെ പോരിൽ പിന്തിരിപ്പിക്കുന്നതെന്നത് ദൈവകൽപ്പിതമാണ്. ദൈവാനുകൂലമില്ലാതെ എന്തിനൊരുങ്ങിയാലും അത് സാധിക്കുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തപസ്സുകൊണ്ടും വിക്രമം കൊണ്ടും വാനൂരിൽ മേലെയായ മഹേശ്വരനെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ഘോരമായ ദൈവദണ്ഡത്തെ മഹാദേവൻ തീർത്തു തരട്ടെ. അശ്വത്ഥാമാവ് അത്യന്ത ഭക്തിയോടെ ശ്രീ രുദ്രദേവനെ സമ്പൂർണമായി സ്തുതിച്ച് ശരണം പ്രാപിച്ചു. അതോടെ സ്വർണ്ണദേവിയോടുകൂടിയ അഗ്നികുണ്ഡവും അസംഖ്യം വികൃത സ്വരൂപങ്ങളായ ഭൂതഗണങ്ങളും അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ നിർദ്ദേശപ്രകാരം അഗ്നിയെ ജ്വലിപ്പിച്ച് തന്നെത്താൻ ഹോമപശുവായി സങ്കല്പിച്ച് അഗ്നികുണ്ഡത്തിൽ ഇറങ്ങി ദഹിക്കുവാൻ തുടങ്ങി. അവൻ്റെ ശരീരം അഗ്നിയിൽ കത്തിജ്വലിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. അശ്വത്ഥാമാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് രുദ്രൻ മന്ദസ്മിതത്തോട് പറഞ്ഞു, എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. അവനേക്കാൾ ഇഷ്ടനായി മറ്റൊരാളും എനിക്കില്ല. അവനെ പ്രീതിപ്പെടുത്തുവാനായി ഞാൻ പാഞ്ചാലരെ ഇതുവരെ കാത്തു. പല മായകളും സൃഷ്ടിച്ചു. ഇനിയും അവർക്ക് ജീവിതമില്ല. അത് അവസാനിച്ചു. ഇനിയും നിന്റെ ആഗ്രഹം നിറവേറ്റട്ടെ. ഞാൻ തന്നെ നിന്നിൽ പ്രവേശിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് മഹാദേവൻ അതിതീക്ഷ്ണമായ ഒരു വാൾ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ കൊടുത്തു. അതോടൊപ്പം ഭഗവാൻ സൂക്ഷ്മരൂപേണ ദ്രൗണിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതുവരെ വാതിക്കൽ കണ്ടിരുന്ന ഭൂതത്തെ അപ്പോൾ കാണാതെയായി. അവിടെയുണ്ടായിരുന്ന ഭൂതഗണമെല്ലാം അദൃശ്യ രൂപികളായി. അശ്വത്ഥാമാവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. അശ്വത്ഥാമാവ് കൃപനെയും കൃതവർമാവിനെയും വിളിച്ച് ശിബിരത്തിൻ്റെ വാതിക്കൽ നിർത്തി. ആരും അതുവഴി ജീവനോട് ഓടിപ്പോകുവാൻ അനുവദിക്കരുതെന്ന് ശട്ടം കെട്ടിയിട്ട് ദ്രോണപുത്രൻ വാളുമായി ശിബിരത്തിനകത്തേക്ക് കടന്നു. അവൻ ദൃഷ്ടദ്യുമ്നൻ കിടന്നിടത്തേക്ക് പതുക്കെ പതുക്കെ ചെന്നു. ദൃഷ്ടദ്യുമ്നൻ മഹായുദ്ധം ചെയ്ത് തളർന്നുറങ്ങുകയാണ്. ചുറ്റും പരിചാരകരും ഉറങ്ങുന്നുണ്ട്. പട്ടുമെത്തയിൽ സുഗന്ധപുഷ്പങ്ങൾ വിതറി സുഖമായി ഭയമന്യെ ഉറങ്ങുന്ന പാഞ്ചാലിനെ അശ്വത്ഥാമാവ് കാലുകൊണ്ട് തട്ടി ഉണർത്തി. ചവിട്ടേറ്റുണർന്ന ദൃഷ്ടദ്യുമ്നൻ അശ്വത്ഥാമാവിനെ മനസ്സിലാക്കി. അവൻ മെത്ത വിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും ദ്രൗണി അവൻ്റെ മുടി ചുറ്റിപ്പിടിച്ച് നിലത്തിട്ട് ചവിട്ടി. ഊക്കിൽ ചവിട്ടിയപ്പോൾ പെട്ടെന്നുണ്ടായ ഭയം കൊണ്ടും അമ്പരപ്പും കൊണ്ടും പാഞ്ചാലൻ അനങ്ങുവാൻ പോലും അശക്തനായി. ദ്രൗണി അവൻ്റെ നെഞ്ചിൽ കയറി നിന്ന് കഴുത്തിൽ കാലുകൊണ്ട് ഞെരിച്ചു. താൻ വധിക്കപ്പെടുമെന്ന് ദൃഷ്ടദ്യുമ്നന് ബോധ്യമായി. പാഞ്ചാലൻ അവ്യക്തമായി പറഞ്ഞു, ദ്രൗണി, നീ എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൊള്ളൂ. നിന്റെ കൈകൊണ്ട് ഞാൻ പുണ്യലോകം പോകട്ടെ. ആചാര്യനെ കൊന്നവർക്ക് ലോകങ്ങളൊന്നുമില്ല. ദുർമതയെ നീ ഇങ്ങനെ തന്നെ ചാവണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗണി ദൃഷ്ടദ്യുമ്നന്റെ ശ്വാസനാളം കാലുകൊണ്ട് അമർത്തി അവനെ ക്രൂരമായി കൊന്നു. ബഹളം കേട്ട് ദൃഷ്ടദ്യുമ്നന്റെ പരിജനങ്ങളും മറ്റും പലരും ഉണർന്നു. അവരെയെല്ലാം ദ്രൗണി തന്റെ വാളിനെ നേരെയാക്കി. ശിബിരത്തിൽ മുഴുവൻ ബഹളമായി. ഉറങ്ങിക്കിടന്നവരെയും ഉണർന്നെഴുന്നേറ്റ് ദ്രൗണിയോട് ഏറ്റുമുട്ടിയവരെയും എല്ലാം അശ്വത്ഥാമാവ് അരിഞ്ഞു വീഴ്ത്തി. ആയിരക്കണക്കിനുള്ള ഭടന്മാരെയും രാജാക്കന്മാരെയും ആനകളെയും അശ്വങ്ങളെയും എല്ലാം അവൻ കൊന്നൊടുക്കി. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ കൂടി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചവനെ കൃപനും കൃതവർമാവും ജീവനോടെ വിട്ടില്ല. ശിബിരത്തിന് പുറത്തിറങ്ങിയ അശ്വത്ഥാമാവ് ശിബിരത്തിന്റെ 3 ഭാഗത്തും തീ വെച്ചു. കുറെ പേർ അഗ്നിയിൽ വെന്തും മരിച്ചു. ശിഖണ്ഡിയും പാചാലി പുത്രന്മാരും ഉത്തമൗജസ്സും യുധാമന്യും എല്ലാം കൊല്ലപ്പെട്ടു. അവിടമെല്ലാം രക്തപ്രളയമായി. ശവങ്ങൾ കുന്നുപോലെ അടിഞ്ഞുകൂടി. പാണ്ഡവപക്ഷത്തുള്ള എല്ലാവരും ദ്രൗണിയുടെ മഹാസംഹാരത്തിൽ നശിച്ചു. കൃഷ്ണനും പാണ്ഡവന്മാരും സാത്വികിയും രാത്രിയിൽ ശിബിരത്തിൽ വിശ്രമിക്കാതെ പുറത്ത് മരച്ചുവട്ടിൽ കഴിച്ചുകൂട്ടിയതുകൊണ്ട് അവർ മാത്രം കൊല്ലപ്പെട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അശ്വത്ഥാമാവ് ഒരു രക്തരാക്ഷസൻ എന്ന പോലെ ബീഭത്സരൂപിയായി തീർന്നിരുന്നു. അവൻ കൃതാർത്ഥതയോടെ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചുകൊണ്ട് കൃപന്റെയും കൃതവർമാവിൻ്റെയും അടുത്തെത്തി. അവരും അശ്വത്ഥാമാവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അവർ 3 പേരും കൂടി നേരെ ദുര്യോധനൻ കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. ദുര്യോധനൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ആസന്ന മൃത്യുവിനുമായി കഴിഞ്ഞിരുന്നു. തലകീറിയ തുടയിൽ രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു. അവൻ അർത്ഥബോധാവസ്ഥയിൽ നിലത്ത് ചോര കക്കി കിടക്കുകയാണ്. അവൻ്റെ ചുറ്റും ഭീഷണകാരമായ ചെന്നായ്ക്കൾ വന്നുകൂടിയിരുന്നു. കുറുക്കന്മാരും ചുറ്റുമുണ്ടായിരുന്നു. തിന്നുവാൻ അടുക്കുന്ന ചെന്നായ്ക്കളെ പണിപെട്ടകറ്റി വേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് കിടന്നുരുളുന്ന ദുര്യോധനന്റെ അടുത്ത് അശ്വത്ഥാമാവും കൂട്ടുകാരും ചെന്നിരുന്നു. മഹാരാജാവിൻ്റെ ഈ നിലയിലുള്ള കിടപ്പ് കണ്ട് താങ്ങുവാൻ വയ്യാത്ത ദുഃഖത്താൽ അവർ തേങ്ങി തേങ്ങി കരഞ്ഞു. ദുര്യോധനന്റെ വായിൽ നിന്ന് കട്ടയായി പുറത്തേക്ക് തള്ളുന്ന ചോര അവർ തുടച്ചു നീക്കി. കൃപനും അശ്വത്ഥാമാവും ദുര്യോധനനെ പല പ്രകാരത്തിൽ പ്രീണിപ്പിക്കുകയും സ്തുതിക്കുകയും അവരുടെ നിഷ്ഠപകടമായ ദുഃഖത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അശ്വത്ഥാമാവ് പറഞ്ഞു, ദുര്യോധന, ഭവാൻ ഇഷ്ടമായ വാക്കുകൾ കേട്ടാലും ഞാൻ ദൃഷ്ടദ്യുമ്നനെ കൊന്നു. പശുവിനെ കൊല്ലുന്നത് പോലെ അവനെ ഞാൻ കൊന്നു.
അവൻ്റെ മക്കളെയെല്ലാം കൊന്നു. ദ്രൗപദിയുടെ പുത്രന്മാരെയെല്ലാം ഞാൻ വധിച്ചു. പാർത്ഥന്മാർ ഹതപുത്രന്മാരായി. പാഞ്ചാലരെ മുഴുവൻ ഞാൻ കൊന്നു. പാണ്ഡവരിൽ 7 പേരും കുരുക്കളിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പാണ്ഡവന്മാർ 5 പേരും കൃഷ്ണനും സാത്വികിയും, കൗരവരിലാകട്ടെ ഞാനും ധ്രുവനും കൃതവർമാവും മാത്രം ജീവിക്കുന്നു. ദുര്യോധനൻ അബോധാവസ്ഥയിലായിരുന്നുവെങ്കിലും അശ്വത്ഥാമാവിൻ്റെ വാക്കുകൾ അവൻ്റെ ബോധം തെളിയിച്ചു. ദുര്യോധനൻ പറഞ്ഞു, മഹാമയനായിട്ടുള്ള ഭീഷ്മരും മഹാ ആചാര്യനായിട്ടുള്ള ദ്രോണനും മഹാരഥനായിട്ടുള്ള അംഗരാജൻ വൈകർത്തനൻ കർണനും ചെയ്തു തരാൻ സാധിക്കാത്ത മഹാകർമ്മമാണ് എനിക്ക് ഭവാൻ കൃപകൃതവർമാവുകളോടൊത്ത് ചെയ്തു തന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്ഷുദ്രനായ ശിഖണ്ഡിയോടുകൂടി പടനായകനായ ദൃഷ്ടദ്യുമ്നൻ ചത്തു. അതുകൊണ്ട് ഞാൻ എന്നെ ഇന്ദ്രന് തുല്യനായി വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദുര്യോധനൻ്റെ നാക്ക് കുഴഞ്ഞു. അവൻ്റെ ബോധം മറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് സ്വസ്തി, ഇനിയും നമുക്ക് വിണ്ണിൽ വെച്ച് ചേരാം. ദുര്യോധനൻ്റെ ശബ്ദം നിലച്ചു. ആ മഹാശയൻ്റെ കണ്ണുകൾ അടഞ്ഞു. ആ വീരൻ്റെ ജീവിതം അവസാനിച്ചു. അവൻ്റെ ആത്മാവ് പുണ്യലോകത്തിലേക്ക് പോയി. ജഡം ഭൂമിയിൽ വീണ് കിടന്നു. ദ്രൗണിയും ധ്രുവനും കൃതവർമാവും അദ്ദേഹത്തിൻ്റെ ജഡത്തെ വീണ്ടും വീണ്ടും പുണർന്നിട്ട് ദുഃഖനിമഗ്നരായി തേരിൽ നിന്നും മടങ്ങി. ദുര്യോധനൻ്റെ മരണവൃത്താന്തം ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വിവരിച്ചു കൊടുത്ത സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ പുത്രന്മാരൊക്കെ മരിച്ചുവെന്ന് മാത്രമല്ല, രാജ്യത്തിനൊട്ടാകെ വമ്പിച്ച നാഷ്ടനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. നേരത്തെ തന്നെ അങ്ങ് കരുതിയിരുന്നുവെങ്കിൽ ഈ അനിഷ്ടാനുഭവത്തെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഈശ്വരേച്ഛ അതിലല്ലായിരിക്കാം. അതായിരിക്കും അങ്ങേക്ക് സൽബുദ്ധി ഉണ്ടാകാതിരുന്നത്. ദുര്യോധനൻ്റെ മരണത്തോടുകൂടി വ്യാസാചാര്യൻ എനിക്ക് അനുവദിച്ചു തന്ന ദിവ്യദൃഷ്ടിയും ഇല്ലാതായിരിക്കുന്നു. പുത്രൻ്റെ മരണവാർത്ത കേട്ട ധൃതരാഷ്ട്ര രാജാവ് ചുടുന്ന നെടുവീർപ്പിട്ട് ചിന്തയിലേണ്ടിരുന്നു. പാണ്ഡവ പാഞ്ചാല ശിബിരങ്ങളിൽ അശ്വത്ഥാമാവും കൂട്ടുകാരും കൂടി നടത്തിയ നരവേട്ടയിൽ നിന്ന് ദൃഷ്ടദ്യുമ്നൻ്റെ തേരാളി എങ്ങനെയോ രക്ഷപ്പെട്ടു. അവൻ രാത്രി മുഴുവൻ പേടിച്ചു വിറച്ച് കാട്ടിൽ ഒളിച്ചിരുന്നു. പ്രഭാതത്തിൽ അവൻ യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി തലേരാത്രിയിലെ കൂട്ടക്കൊലയെപ്പറ്റി അറിയിച്ചു. ഈ അമംഗളമായ വാർത്ത കേട്ട് യുധിഷ്ഠിരൻ ബോധം കെട്ട് നിലത്ത് വീണു. ഉടനെ സാത്വികി താങ്ങി. ഭീമനും അർജുനനും നഗല സഹദേവന്മാരുമൊക്കെ മോഹാലസ്യപ്പെട്ടു. ശീതോപചാരം കൊണ്ട് ബോധം വീണ്ടു കിട്ടിയപ്പോൾ യുധിഷ്ഠിരൻ പലതും പറഞ്ഞ് വിലപിക്കുവാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ട് ശത്രുക്കളെ ജയിച്ചിട്ട് എന്തു പ്രയോജനം? ഇപ്പോൾ ജയിച്ചവരും തോറ്റവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരുപക്ഷെ തോറ്റവർക്കാണ് വിജയത്തിൻ്റെ അനുഭവമെന്ന് പറഞ്ഞാലും തെറ്റില്ല. മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ചെയ്താലും ദൈവം തന്നെയാണ് വലുത്. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. വലിയ കപ്പൽ സമുദ്രം കടന്നെത്തിയ വർത്തകന്മാർ പൊട്ടത്തോട്ടിൽ മുങ്ങിച്ചത്തതുപോലെയായി നമ്മുടെ കഥ. സ്വാതിയായ ദ്രൗപദിയെ ഓർത്താണ് എൻ്റെ ദുഃഖം. മക്കളും സഹോദരനും അച്ഛനും ബന്ധുക്കളുമൊക്കെ മരിച്ചുവെന്നറിയുമ്പോൾ അവൾ എന്ത് ചെയ്യും? ഈ ദുഃഖത്തെ അവൾ എങ്ങനെ പൊറുക്കും? അദ്ദേഹം നകുലനെ വിളിച്ച് ദ്രൗപദിയുടെ അടുത്തേക്ക് അയച്ചിട്ട് മറ്റുള്ളവരോടും കൂടി ശിബിരത്തിലേക്ക് തിരിച്ചു. ശിബിരത്തിലെത്തിയ യുധിഷ്ഠിരാദികൾ മർമ്മഭേദകമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. സുഹൃത്തുക്കളും ബന്ധുക്കളും പുത്രന്മാരും രക്താദ്രമായി മെയ്യറ്റ് തലയേറ്റ് ചത്ത് ചിതറിക്കിടക്കുന്നു. ഈ മഹാദാരുണമായ കിടപ്പ് കണ്ട് ധാർമ്മിക കേസരനായ ധർമ്മപുത്രൻ പൊട്ടിക്കരഞ്ഞു. ഭീമാദികൾക്ക് പോലും സങ്കടം മടക്കുവാൻ കഴിഞ്ഞില്ല. ഈ അവസരത്തിൽ നകുലിനോടൊപ്പം പാഞ്ചാലി അവിടെ എത്തി. തൻ്റെ പുത്രന്മാരുടെ ജഡം കണ്ടതോടെ അവൾ ബോധരഹിതയായി. ഭീമൻ താങ്ങിയതിനാൽ നിലത്തു വീണില്ല. അവൻ അവളുടെ മുഖത്ത് വെള്ളം തെളിച്ച് അവരെ പരിചരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണർന്ന് കണ്ണുമിഴിച്ച് ദ്രൗപദി കേണു. ദ്രൗപദി യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് യുദ്ധം ജയിച്ചു. അങ്ങക്ക് ഇനിയും ഇഷ്ടം പോലെ രാജ്യം അനുഭവിക്കാം. എന്നാൽ എൻ്റെ പുത്രശോകം എന്നാണ് തീരുന്നത്? തീ വിറകിനെ എന്ന പോലെ ഈ ദുഃഖം എന്നെ കത്തിയേരിക്കുന്നു. ഉറങ്ങിക്കിടന്ന ഉണ്ണികളെ കൊന്ന ദ്രോണപുത്രനെ നിങ്ങൾ കൊന്നില്ല എങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്ത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഇത് കേട്ട ധർമ്മപുത്രൻ പലതും പറഞ്ഞ് പാഞ്ചാലിയെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. ദുർഗവനത്തിൽ പ്രവേശിച്ച് ബഹുദൂരം കടന്നുപോയി കഴിഞ്ഞിരുന്ന ദ്രൗണിയെ പിടികൂടി ജയിച്ചാൽ തന്നെ അതെങ്ങനെ ദ്രൗപദി അറിയുമെന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ദ്രൗണിയുടെ ശിരസിൽ ജന്മനാ തന്നെ ഒരു രക്തമുണ്ട്. അതെടുത്തുകൊണ്ടുവന്ന് അങ്ങയുടെ തലയിൽ ചൂടണം. എങ്കിൽ ഞാൻ സമാധാനപ്പെടുത്താം. ഇതും കേട്ടിട്ട് യുധിഷ്ഠിരൻ മൂകനായി നിൽക്കുന്നത് കണ്ടപ്പോൾ ദ്രൗപദി ഭീമസേനോടായി പറഞ്ഞു, മാരുതി പുത്ര, വിക്രമത്തിൽ നിനക്കിടയായി ഒരു മർത്യനുമില്ല. പാണ്ഡവരുടെ വിഷമഘട്ടത്തിലൊക്കെ നീയാണ് അവരെ രക്ഷിച്ചത്. ഇപ്പോഴും ഇപ്രകാരം ചെയ്യുക. നീ ദ്രോണപുത്രനെ വധിച്ച് എന്നെ സമാധാനിപ്പിക്കുക. ദ്രൗപദിയുടെ അല്ലലും ആവലാതിയും സഹിക്കുവാൻ ഭീമന് കഴിഞ്ഞില്ല. അവൻ ആയുധങ്ങളുമായി തേരിൽ കയറി നകുലനെ തേരാളിയാക്കി. അശ്വത്ഥാമാവ് പോയ തേരിൻ്റെ പാട് നോക്കി നകുലൻ തേരോടിച്ച് ദ്രൗണിയെ തേഴു പുറപ്പെട്ടു. ഈ സമയത്തെല്ലാം കൃഷ്ണനും പാണ്ഡവന്മാരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മൗനമായി നിന്നതേയുള്ളൂ. വിധിയുടെ അപ്രതീതമായ ഒഴുക്കിൽപ്പെട്ടവരാണ് പാഞ്ചാലിയുടെയും പാഞ്ചാലി പുത്രന്മാരുടെയും മറ്റും മരണം സംഭവിച്ചതെന്ന് അറിയാമായിരുന്ന കൃഷ്ണന് അവരുടെ മരണത്തിൽ വിഷാദമോ അത്ഭുതമോ തോന്നിയില്ല. എന്നാൽ ഭീമൻ ഒറ്റയ്ക്ക് അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടുവാൻ പോയപ്പോൾ അത് അപകടം നിറഞ്ഞ പോക്കാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അദ്ദേഹം ധർമ്മപുത്രനോട് പറഞ്ഞു,
യുധിഷ്ഠിര, ഭീമനെ ഒറ്റയ്ക്ക് ദ്രൗണിയുടെ അടുത്തേക്ക് അയച്ചത് ശരിയായില്ല. അശ്വത്ഥാമാവിന് ബ്രഹ്മശിരസ് എന്ന ഭൂമി മുഴുവൻ എരിച്ചു കളയുവാൻ കഴിവുള്ള അസ്ത്രം ദ്രോണൻ നൽകിയിട്ടുണ്ട്. ഇത് അർജുനനും നൽകിയിട്ടുണ്ട്. ഇതറിഞ്ഞ് ദ്രൗണി അച്ഛനെ നിർബന്ധിച്ചു. തൻ്റെ പുത്രൻ നന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെന്ന് ദ്രോണൻ അറിയാമായിരുന്നു. ഇത് അശ്വത്ഥാമാവിന് നൽകുവാൻ ദ്രോണൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് മകൻ്റെ നിർബന്ധം സഹിക്കുവാൻ കഴിയാതെ ആയപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് ദ്രോണൻ ഇത് പുത്രന് നൽകിയത്. ഇതൊരിക്കലും മനുഷ്യരിൽ പ്രയോഗിക്കരുതെന്ന് അദ്ദേഹം പുത്രന് താക്കീതും നൽകിയിരുന്നു. ഇതെല്ലാം കാട്ടിൽ പാർക്കുമ്പോഴാണ് സംഭവിച്ചത്. അതിനുശേഷം ദ്രൗണി പലയിടത്തും ചുറ്റി സഞ്ചരിച്ചു. ഇതിനിടയിൽ ദ്വാരകയിലെത്തി. ഏതാനും ദിവസം പാർത്തു. ഒരു ദിവസം ഞാൻ ഏകനായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കൈവശമുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ഞാൻ വാങ്ങിയിട്ട് അതിന് പകരമായ എൻ്റെ ചക്രായുധം അവന് നൽകണമെന്ന് അപേക്ഷിച്ചു. ഞാനത് കേട്ട് ചിരിച്ചു. എൻ്റെ കയ്യിലുള്ള വില്ല്, വേല്, ഗദ, ചക്രം എന്നിവയിൽ ഏത് വേണമെങ്കിലും എടുത്തുകൊള്ളുന്നതിനും അതിന് ചക്രമായി അവൻ്റെ അസ്ത്രം എനിക്ക് തരേണ്ടതില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ദ്രൗണി സന്തോഷത്തോടെ ചക്രം പൊക്കിയെടുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതിരുന്ന ഇരിപ്പത്തിൽ നിന്നും ഒന്നിളക്കുന്നതിന് പോലും അവന് കഴിഞ്ഞില്ല. അവൻ വിഷണ്ണനായി തീർന്നു. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആരോട് പോരാടുവാനാണ് ഈ ചക്രായുധം ആവശ്യപ്പെട്ടത്? ഹേ കൃഷ്ണ, ഞാൻ സത്യം പറയാം. നിന്നെ സേവിച്ച് നിന്നോട് പൊരുതുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ദേവദാനപൂജിതമായി ഈ ചക്രം വാങ്ങി അജയ്യനാകണമെന്നായിരുന്നു എൻ്റെ മോഹം. എന്നാൽ എൻ്റെ ആഗ്രഹം സാധിക്കാതെ ഞാൻ പോവുകയാണ്. നീ എടുക്കുന്ന ഈ ചക്രം എടുക്കുവാൻ ലോകത്തിൽ മറ്റാർക്കും സാധ്യമല്ല. ഞാൻ പോകുന്നു. നീ എനിക്ക് നന്മ ആശംസിക്കുക. 2 അശ്വങ്ങളും ധനവും പല രത്നങ്ങളും വാങ്ങിക്കൊണ്ട് അവൻ എന്നോട് യാത്ര പറഞ്ഞു. കോപിയും ദുഷ്ടനും ചപലനുമായ ദ്രൗണി ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിക്കുവാൻ മടി കാണിക്കുകയില്ല. ക്രൂരനായ അവനിൽ നിന്ന് ഭീമനെ രക്ഷിക്കണം. ഭഗവാൻ ഉടൻ തന്നെ തേരുപൂട്ടി അതിൽ കയറി അദ്ദേഹത്തോടൊപ്പം അർജുനനും ധർമ്മപുത്രനും കയറി പുറപ്പെടുക. അവർ വായുവേഗത്തിൽ ഭീമസേനെ പിന്തുടർന്നു. അവർ ഭീമസേനന്റെ അടുത്തെത്തി. എല്ലാവരും കൂടെ അശ്വത്ഥാമാവിനെ തിരഞ്ഞു. അവസാനം ഗംഗാതീരത്ത് വെച്ച് അശ്വത്ഥാമാവിനെ കണ്ടുമുട്ടി. കൃഷ്ണനെയും പാർത്ഥന്മാരെയും കണ്ടപ്പോൾ അശ്വത്ഥാമാവ് പരിഭ്രാന്തനായി. തന്നെ സംഹരിക്കാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവരോട് നേരിട്ട് എതിർക്കുവാൻ താൻ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ അവന് സംശയമുണ്ടായിരുന്നില്ല. അവർ തന്നെ ആക്രമിക്കുന്നതിന് മുമ്പായി തന്നെ അവനെ നശിപ്പിക്കുവാൻ ദ്രൗണി തീരുമാനിച്ചു. ഉടൻ തന്നെ നദിക്കരയിൽ പുണർന്നിരുന്ന മുഞ്ഞപ്പുല്ലിൽ നിന്ന് ഒരെണ്ണം മുറിച്ചെടുത്ത് ബ്രഹ്മശേഷ എന്ന അസ്ത്രവിദ്യ അഭിമന്ത്രിച്ച് പാണ്ഡവരൊക്കെ നശിക്കട്ടെ എന്ന് സങ്കല്പിച്ചയച്ചു. അത് ഭയങ്കര അഗ്നിജ്വാലയായി കത്തിജ്വലിച്ച് ദിക്കുകളൊക്കെ വ്യാപിച്ചുകൊണ്ട് പാണ്ഡവർക്ക് അഭിമുഖമായി നീങ്ങിത്തുടങ്ങി. ദ്രൗണി അയച്ച അസ്ത്രത്തെ അതേ അസ്ത്രം കൊണ്ട് മാത്രമേ തടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ബ്രഹ്മശിരസ് എന്ന അസ്ത്രവിദ്യ അർജുനൻ അടിയാമായിരുന്നു. അതയച്ച് ദ്രൗണിയുടെ അസ്ത്രത്തെ തടുക്കുവാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ബൽഗുണൻ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ തന്നെ പ്രത്യസ്ത്രമായി അയച്ചു. അത് മറ്റൊരു അഗ്നിയായി ജ്വലിച്ച് ആദ്യത്തേതുമായി കൂട്ടിമുട്ടുവാൻ ഒടുങ്ങുമ്പോഴേക്കും 2 മഹാഗോണികളുടെയും മധ്യത്തിൽ പ്രഭാവശാലികളായ നാരദ മഹർഷിയും വേദവ്യാസനും നിൽക്കുന്നതായി കണ്ടു. അവർ ലോകഹിതത്തിനായി അസ്ത്ര തേജസ് അടക്കുവാനായി പ്രത്യക്ഷപ്പെട്ടവരാണ്. അവർ പറഞ്ഞു, പണ്ടും വളരെ മഹാത്മാക്കൾ നാനാ അസ്ത്രജ്ഞാനമുള്ളവർ ഉണ്ടായിട്ടുണ്ട്. അവരാരും തന്നെ ഈ അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. ആവൽക്കരമായ സാഹസത്തിന് നിങ്ങളെന്തിനാണ് ഒരുങ്ങുന്നത്? മഹർഷിമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ വെമ്പൽ പൂണ്ടു. അവൻ ദിവ്യാസ്ത്രം പിൻവലിക്കുവാൻ തയ്യാറായി. പാർത്ഥൻ പറഞ്ഞു, അസ്ത്രത്താൽ ശമിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ അയച്ചത്. ഞാൻ വിട്ട അസ്ത്രം സംഹരിച്ചാൽ ദ്രൗണി അവൻ്റെ അസ്ത്ര തേജസ് കൊണ്ട് ഞങ്ങളെയൊക്കെ നിശ്ചയമായും ചൂടും. ഞങ്ങൾക്ക് ക്ഷേമവും ലോകത്തിന് നന്മയും ഉണ്ടാകുന്ന വിധം ദേവതുല്യരായി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞ് അർജുനൻ അസ്ത്രം സംഹരിച്ചു. സത്യവ്രതനും ശൂരനുമായ ധനഞ്ജയൻ ബ്രഹ്മചാരിയും ഗുരുസേവിയും ആയതുകൊണ്ട് മാത്രമാണ് അസ്ത്രം സംഹരിക്കുവാൻ അവന് കഴിഞ്ഞത്. ബ്രഹ്മചര്യം പാലിക്കാത്തവൻ അത് പിൻവലിച്ചാൽ ആ മഹാസ്ത്രം അത് അയച്ചവൻ്റെ ശിരസിറക്കും. ദ്രൗണി അസ്ത്രം സംഹരിക്കുവാൻ അശക്തനായിരുന്നു. അവൻ ദീനമാനസനായി മുന്നിൽ നിൽക്കുന്ന വ്യാസമഹർഷിയോട് പറഞ്ഞു, ഭഗവാനെ, ഭീമനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി രോഷാവിഷ്ടമായ മനസ്സോടെ ഞാൻ ഈ പാപം ചെയ്തു പോയി. പാണ്ഡവരൊക്കെ നശിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിത് വിട്ടത്. ഇത് സംഹരിക്കുവാൻ ഞാൻ അശക്തനാണ്. ഇത് നിഷ്ഫലമാവുകയില്ല. അതുകൊണ്ട് ഇതിനെ ഞാൻ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടാം. വ്യാസൻ പറഞ്ഞു, ശരി, എങ്കിൽ അങ്ങനെയാവട്ടെ. അങ്ങയുടെ ശിരസിലുള്ള രത്നത്തെ പാണ്ഡവർക്ക് കൊടുക്കുക. എന്നാൽ പ്രാണനെ രക്ഷിക്കാമെന്നും പറഞ്ഞു. അശ്വത്ഥാമാവ് എതിർത്താപി മൂടനായി അല്പസമയം നിന്നു. തൻ്റെ പ്രാണൻ ഇപ്പോൾ പാണ്ഡവരുടെ കയ്യിലാണ്. അവരോട് എതിർത്ത് ജീവനും കൊണ്ടുപോവുക സാധ്യമല്ലെന്ന് അവന് മനസ്സിലായി. ശീരോരത്നം ഉപേക്ഷിച്ചാലും ജീവനെ രക്ഷിക്കുവാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, പാണ്ഡവരുടെയും കൗരവരുടെയും സമ്പത്ത് മുഴുവൻ ചേർന്നാലും എൻ്റെ രത്നത്തോട് തുല്യമാവുകയില്ല. അത്രത്തോളം മാഹാത്മ്യം അതിനുണ്ട്. അത് കയ്യിലുള്ളിടത്തോളം എനിക്ക് ഒരാപത്തും ഉണ്ടാവുകയില്ല. എങ്കിലും ഞാൻ അങ്ങയെ അനുസരിക്കുന്നു. ഇതാ എൻ്റെ ആത്മാവോടൊപ്പം രത്നവും അങ്ങയെ ഏൽപ്പിക്കുന്നു. എന്നാൽ ഞാൻ തൊടുത്ത അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ ചെന്ന് വീടും. അശ്വത്ഥാമാവ് അമൂല്യമായ അവൻ്റെ ശീരോരത്നം വ്യാസനെ ഏൽപ്പിച്ചു. വ്യാസൻ അത് യുധിഷ്ഠിരന്റെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന കൃഷ്ണൻ പറഞ്ഞു, നീചനായ ദ്രൗണി, ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ട അസ്ത്ര തേജസ് കൊണ്ട് അവളുടെ ഉദരത്തിൽ കിടന്നിക്കുന്ന കുട്ടി മരിച്ച് പാണ്ഡവർക്ക് വംശനാശം വരുമെന്ന് നീ വ്യാമോഹിക്കേണ്ട. നിന്റെ അസ്ത്ര തേജസ് കൊണ്ട് ദഹിച്ചാലും ആ കുട്ടിയെ ജീവിപ്പിക്കാനുള്ള തപശക്തി എനിക്കുണ്ട്. ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും.
പരീക്ഷിച്ചെന്ന പേരിൽ യുധിഷ്ഠിരന് ശേഷം അവൻ ദീർഘകാലം രാജ്യം ഭരിക്കും. എന്നാൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇനിയും നിനക്ക് ജനമധ്യത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. ആരും നിന്നെ മാനിക്കുകയുമില്ല. നീചനും നിസ്വനും രോഗിയും ആർത്തനുമായി നീ കാടുകളിൽ തെണ്ടി നടക്കും. നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണിത്. അശ്വത്ഥാമാവ് നമ്രശിരസ്കനായി ഒന്നും മിണ്ടാതെ കാട്ടിലേക്ക് കയറിപ്പോയി. കൃഷ്ണനും യുധിഷ്ഠിരാദികളും വേഗത്തിൽ ശിബിരത്തിലേക്ക് മടങ്ങി. അശ്വത്ഥാമാവിൻ്റെ ശീരോരത്നം പാഞ്ചാലിയുടെ മുന്നിൽ വെച്ചു. നടന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അശ്വത്ഥാമാവിനെ ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് കൊന്നിട്ടില്ലെന്നുള്ളൊന്നും അയാൾക്ക് ശരീരമൊഴിച്ചെല്ലാം നഷ്ടപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ ദ്രൗപദി സമാധാനിച്ചു. അശ്വത്ഥാമാവിൻ്റെ ശീരോരത്നം പാഞ്ചാലിയുടെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ ശിരസിൽ ധരിച്ചു. അത്യുജ്വലമായി മിന്നിത്തിളങ്ങുന്ന ശീരോരത്നം കൊണ്ട് ഈ രാജശ്രേഷ്ഠൻ ശരത്കാല ചന്ദ്രനെ പോലെ പ്രശോഭിക്കുകയും ചെയ്തു. എല്ലാവരും ശിബിരത്തിൽ നിന്നും മടങ്ങി. അനന്തരം യുധിഷ്ഠിരൻ വാസുദേവനോട് ചോദിച്ചു, മധുസൂദന, ഭഗവാനെ, ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലിപുത്രന്മാരും മറ്റുള്ളവരുമെല്ലാം അജേയരായ യോദ്ധാക്കളായിരുന്നില്ലേ? ദ്രോണന് പോലും അവരെ കൊല്ലുവാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെങ്ങനെയാണ് ദ്രൗണി ഒരു രാത്രി കൊണ്ട് ഇവരെയെല്ലാം കൊന്നത്? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വത്ഥാമാവ് കൊന്നുവെന്ന പേര് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കൊന്നത് രുദ്രഭഗവാനാണ്. അദ്ദേഹം ദ്രൗണിയിൽ കൂടി ഈ കാര്യം നിർവഹിക്കുകയായിരുന്നു. ദ്രൗണി രുദ്രനെ പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ചു. രുദ്രൻ സന്തോഷിച്ചാൽ എന്തും നൽകും, ക്രോധിച്ചാൽ എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഈ ജഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈശ്വരാനുകൂല്യമില്ലാതെ മനുഷ്യർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഇതോടുകൂടി മഹാഭാരതം സൗഭക്തിക പർവം സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം സ്ത്രീപർവമാണ്. തുടരും.